അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. പരിശുദ്ധ റമദാനിൻ്റെ ആ പവിത്രത പോലും മാനിക്കാതെ ആ റമദാൻ്റെ പകലിൽ മദ്യപിക്കുന്നൊരു മുസ്ലിം വിശ്വാസി ഹമീദ് എന്ന് പേരുള്ള ഒരാൾ. ഈ ഒരു മനുഷ്യൻ്റെ സുഹൃത്ത് മരണപ്പെട്ടിട്ട് പള്ളിക്കാട്ടിലേക്ക് ആളുകൾ ഖബറടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഹമീദ് എന്ന് പേരുള്ള ഈ മനുഷ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഖബറിലേക്ക് മയ്യത്ത് വെച്ച് അവസാനം നമ്മൾ ആ മണ്ണിടുമല്ലോ, ആ മിൻഹ ഖലഖനാക്കുന്ന പേരുള്ള ആ ഒരു പ്രാർത്ഥന ചൊല്ലി നമ്മൾ മണ്ണിടുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ട് ഹമീദ് എന്ന് പേരുള്ള ഈ യുവാവിന്. ആ മണ്ണിടുന്ന സമയത്ത് അറിയാതെ അരയിൽ ഒളിപ്പിച്ച് വെച്ച ബീറിൻ്റെ കുപ്പി ആ ഖബറിലേക്ക് അങ്ങോട്ട് വീണു. ആകെ ബഹളമായി. ഈ ഒരു മരണപ്പെട്ട മനുഷ്യൻ്റെ കുടുംബക്കാർ മുഴുവനും ഇയാളെ പിടിച്ച് ചിലർ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ആ മയ്യത്ത് പരിപാലനത്തിന് വന്ന ആ മയ്യത്തിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരു യുവ പണ്ഡിതനുണ്ട്. ആ പള്ളിയിലെ ഉസ്താദല്ല, ആ യുവൻ തടുത്തിട്ട് പറഞ്ഞു, ഒരിക്കലും ഇവിടെ നിന്ന് ഈ മയ്യത്തിൻ്റെ ഈ ഖബറടക്കൽ ചടങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അടിക്കരുത്. എന്നിട്ട് ഇയാളെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട്, എന്താണ് പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ബീറുകുപ്പിയായിട്ട് നിങ്ങൾ ഈ ഖബറിൻ്റെ അടത്തേക്ക് വന്നത്? അങ്ങനെയാണോ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ ഖബറടക്കിൽ പങ്കെടുക്കേണ്ടത്? ആ മനുഷ്യർക്ക് ഭയങ്കര സങ്കടമാണ്. പരിശുദ്ധ റമദാനിൻ്റെ പകലിൽ പോലും മദ്യപിക്കുന്നൊരു വിശ്വാസി, ഈ മനുഷ്യൻ്റെ കുടുംബം പോലും, ഈ മനുഷ്യൻ്റെ ഈ ഒരു യുവാവിൻ്റെ ഈ പേഴ്സണൽ ലൈഫ്, ദാമ്പത്യ ലൈഫ് പോലും തകർന്നത് ഈ ഒരു മദ്യപാനം കൊണ്ടാണ്. ആളുകൾ ചിലർ കൈവച്ചപ്പോൾ പള്ളിയിലെ ഉസ്താദിനൊന്നും മിണ്ടാൻ വയ്യ, കാരണം മഹല്ലാണ്, അവിടെ എന്ത് പറഞ്ഞാലും ഉസ്താദുമാർക്ക് കേടാണ്. കാരണം ഈ മനുഷ്യൻ്റെ കുടുംബമാണ് വാപ്പ വല്യപ്പാരായിട്ട് വഖഫ് ചെയ്ത ഭൂമിയിലാണ് ഈ ഖബറടക്കൽ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. വളരെ വലിയൊരു ഭൂമിയുള്ളത്, വളരെ വലിയ പ്രമാണിമാരാണ്, എന്തിനും പോകുന്നവരാണ്. അവിടെയൊക്കെ ഒരു പള്ളിയിൽ ഉസ്താദ് മൂപ്പരെ തല്ലണമെന്നോ ഉപദേശിച്ചാലോ ആ ഉസ്താദിന് പണി കിട്ടും. മൂപ്പര് പാവം ദുആ ചെയ്യലും മാത്രം ഒതുക്കിയപ്പോഴാണ് ആ ഒരു ഖബറടക്കൽ ചടങ്ങിന് വന്ന മരണപ്പെട്ട ഒരാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു യുവ പണ്ഡിതൻ ഇതിൽ ഇടപെട്ടിട്ട് അയാളെ മാറ്റി നിർത്തിയത്. നിസ്കരിക്കാൻ പോലും ആൾ കയറിയിട്ടില്ല. ഇത്രയും മയ്യത്ത് നമസ്കരിക്കാൻ പോലും കയറാത്ത മനുഷ്യനാണ് ഖബറടക്കൽ ചടങ്ങിന് വന്നിട്ടുള്ളത്. ഈ മനുഷ്യൻ്റെ ലൈഫ് മുഴുവനും തകർന്നത് ഈ ഒരു മദ്യപാനാണ്. ഇപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചത് സുഹറാബി എന്ന് പേരുള്ള സ്ത്രീയാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു ഹമീദ് കല്യാണം കഴിച്ചത്. ഈ കല്യാണം കഴിച്ചിട്ട് ആദ്യമൊന്നും ഈ വീട്ടുകാർക്ക് അറിയില്ല. ഇയാൾ കുറച്ചു കാലം ഗൾഫിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് നോമ്പെടുക്കാൻ തീരെ പറ്റൂല. ആൾ നല്ലൊരു ഡീസൻറ്റ് മാനാണ്, നല്ലൊരു ഫാമിലി മാനാണ്. പക്ഷേ ആദ്യമൊന്നും കല്യാണം കഴിച്ചൊരു സമയത്ത് സുഹറാബിക്ക് അറിയില്ലായിരുന്നു ഇയാളിങ്ങനെ മദ്യപിക്കുന്ന ഒരാളാണെന്നല്ലേ. പിന്നെ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിൻ്റെ സ്വഭാവം പിടിക്കുക. അപ്പോഴും ഭാര്യ കരുതി കുടിക്കുകയാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നന്നായിട്ട് കുടുംബം നോക്കുന്നുണ്ട്, നല്ല സ്നേഹമുള്ള ഒരാളാണ്, എവിടെ കൊണ്ടുപോകാനാണെങ്കിലും ഇയാൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു കുട്ടിയൊക്കെ ജനിച്ചതിന് ശേഷം ആ സമയത്ത് റമദാൻ്റെ സമയങ്ങളിൽ ഇയാൾ ഇവിടെ ഉണ്ടാവില്ല. അയാൾ ജോലി സ്ഥലത്താണ്. പിന്നീട് നാട്ടിലേക്ക് ബിസിനസ്സൊക്കെ മാറ്റി പിന്നെ റമദാനിക്ക് നാട്ടിലേക്ക് ആക്കിയപ്പോഴാണ് റമദാനിൽ പോലും ഇയാൾ മദ്യപിക്കുന്ന. അത് ആ സുഹറാബി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഏത് ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? ഈ സുഹറാബി ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഉപ്പ, എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. വലിയ വിദ്യാഭ്യാസമൊന്നും ഈ സുഹറാബിയുടെ വീട്ടുകാർക്കില്ല. കുടുംബമൊക്കെ ഒരു മതചിട്ടയോട് കൂടി പോകുന്നൊരു കുടുംബമാണ്. റമദാനോടൊക്കെ ആ പവിത്രതയോടുകൂടി കാണുന്നൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നോമ്പെടുക്കാതെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനോ മദ്യപാനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കാനൊന്നും സുഹറാബിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഭർത്താവ് നാട്ടിലുള്ള കാര്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, അനക്ക് വേണമെങ്കിൽ നോമ്പോറ്റോ, എൻ്റെ ആരോഗ്യത്തിന് നല്ലത്, എനിക്കിഷ്ടമല്ല നോമ്പോക്കാൻ, എനിക്കിത് ശീലമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും, എന്നെ നീ തടയരുത്, എനിക്ക് നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. അങ്ങനെ സുഹറാബിയുടെ വാപ്പ പോയിട്ട് മഹലിൽ ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ മകളുടെ ഭാവി നിങ്ങൾ കളയേണ്ട, എങ്ങനെയും തലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കാൻ നോക്കിക്കാളെ. അങ്ങനെയാണ് ഈ സുഹറാബി പിണങ്ങി വീട്ടിൽ പോയി നിന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, മോനൊക്കെ വളർന്നു വലുതായി, മോൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരാളായിട്ടും ഇവർ തമ്മിലുള്ള ഡിവോഴ്സും ആയിട്ടില്ല, ഒന്നിക്കൽ പരിപാടിയില്ല. പല തവണ ഈ ചങ്ങായിയുടെ ഹമീദിൻ്റെ വീട്ടുകാർ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇവനെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ചാടിപ്പോന്നു. കാരണം ഇവൻക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ. പിന്നെ ആളുകൾക്ക് മിണ്ടാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ വലിയ പണമുള്ള ആളുകളും പ്രതാപമുള്ള ആളുകളാണ്. സുഹറാബിയുടെ വീട്ടുകാർ അവിടെയാണ് പെട്ടുപോയത്. അങ്ങനെ ഈ ഒരു മയ്യത്ത് ഖബറടക്കണ സമയത്ത് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വാഹനാപകടത്തിൽ മരിച്ചതാണ്. ആ മരിച്ചെടുത്ത് വന്ന് അത് ഗൾഫിലാണ് മരണപ്പെട്ട് കുറച്ചൊരു 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഇവനക്ക് സഹിക്കാൻ പറ്റാതെ ഈ ഒരു ബീറും കുപ്പിയിട്ട് റമദാൻ്റെ മാസത്തിൽ ഈ പള്ളിക്കാട്ടിലേക്ക് വന്ന് മറ്റേ ഖബറടക്കത്തേക്ക് വന്നിട്ട് അത് ഖബറിക്ക് പൊട്ടി വീണ് അതാകെ സീനായി നാട്ടുകാർ കൈവച്ചു. അങ്ങനെ ഈ യുവ പണ്ഡിതൻ ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചു. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ അടുത്തൊരു സുഹൃത്ത് ഖബറിലേക്ക് ആ മനുഷ്യനെ വെക്കുന്നത്, ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ കഴിയാത്തൊരവസ്ഥ, നാളെ നിങ്ങൾക്കും ഈ ഗതി വരും. നിങ്ങളുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ കഫംപുട അതൊക്കെ ദ്രവിച്ചു പോകും, നിങ്ങളുടെ തൊലി ദ്രവിച്ചു പോകും. നിങ്ങൾ ചെയ്ത നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പാപമോചനത്തിൻ്റെ ഒരു മാസമാണ് റമദാൻ. നിനക്ക്
നന്നാവേണ്ടത്, നല്ല പോലെ സംസാരിച്ചു, ഒരു കുറ്റപ്പെടുത്തലുമില്ല, ഒരു മദ്യപാനിയോടുള്ള ഒരു കർക്കശ സമീപനോ ഇതൊന്നുമില്ലാതെ വളരെയധികം എന്താ പറയുക മനഃശാസ്ത്രപരമായിട്ടായിരുന്നു ആ പണ്ഡിതൻ്റെ ഇടപെടൽ. അത് ആ മനുഷ്യൻ്റെ ഉള്ളിലൊരു നീരുറവുണ്ടാക്കി. കാരണം ഈ മനുഷ്യനൊരു മദ്യപാനി എന്ന് പറഞ്ഞ് സമൂഹം മുഴുവനും അകറ്റി നിർത്തുമ്പോഴും വീട്ടുകാരും മാറി നിർത്തുമ്പോൾ ഇയാളെ പണത്തിൻ്റെ ഊക്കിൽ മാത്രമാണ് പലരും ഇയാൾക്ക് റാൻമോളിയിരുന്നത്. മഹലിനാണെങ്കിലും ഈ കുടുംബത്തിൻ്റെ കാശ് വേണം, എന്തിനും ഇപ്പോൾ ഒരു ബദരീങ്ങളാണ്ട് വരികയാണെങ്കിൽ ഒരു പോത്തിനെ തന്നെ ഇയാൾ കൊടുക്കുകയാണ്, ഇയാളെ കുടുംബം കൊടുക്കുകയാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഇയാൾ കള്ള് കുടിച്ചാലെന്ത് കുടിച്ചില്ലെങ്കിൽ എന്ത്, നന്നാവണം എന്നൊരാഗ്രഹം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇയാളെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ കള്ളുകൂടി മാറില്ല, ആദ്യം നിങ്ങൾ അളവൊന്ന് കുറക്ക്, റമദാനിൽ നിങ്ങളത് കുടിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉസ്താദിനെ എന്നും ഉസ്താദിൻ്റെ നമ്പർ കൊടുത്ത് എന്നും ഇയാൾ വിളിക്കും. മദ്യപാനം റമദാനിൽ ഇയാൾ കുറച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, അഡിക്ഷനായ ഒരാളായതുകൊണ്ട് ഭയങ്കര വിറയലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അയാൾ മനസ്സുകൊണ്ട് മരവിച്ചതിൻ്റെ അളവൊന്ന് കുറച്ചു. റമദാൻ കഴിയുമ്പോഴേക്ക് മദ്യപാനം ഒഴിവാക്കാൻ കഴിയുന്നൊരു കോൺഫിഡൻസ് ഈ മനുഷ്യനക്ക് ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ഫാമിലി കാര്യങ്ങളൊക്കെ ഈ ഉസ്താദ് അന്വേഷിച്ച് പറഞ്ഞു, ഭാര്യയൊക്കെ പിണങ്ങിപ്പോയിട്ട് വർഷങ്ങളായി, കുട്ടീനെ എനിക്ക് വിളിക്കലും കാണലൊക്കെ ഉണ്ട്, കുട്ടിക്കൊക്കെ ഇങ്ങോട്ട് വരണം, അതുപോലെ ശനിയാഴ്ച എങ്ങാനും വരും, ഞായറാഴ്ച തിരിച്ചു പോകും, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ഞാൻ ആക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്, പിന്നെ ഞാൻ ചെലവിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കലുണ്ട്, എനിക്കെൻ്റെ ഭാര്യയെ വേണം, എൻ്റെ മക്കളെ വേണം, ഒരു മകനെ എനിക്കുള്ളൊരു ആൺകുട്ടിയാണ്, നാളെ അവൻ എന്നെ പോലെ വരരുത് എന്നൊക്കെയുള്ളൊരു ചിന്ത ഇയാൾക്ക് വന്നു. പക്ഷേ ഇയാൾ പള്ളിയിൽ പോയാൽ, ഇയാൾ ഈ മദ്യപാനൊക്കെ ഒഴിവാക്കിയിട്ട് വല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ നിസ്കരിക്കാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, വരാ പള്ളിക്കാട്ടിക്ക് റമദാനിക്ക് കള്ളുടിക്കാൻ വന്ന മനുഷ്യനല്ലേ, ഒരു പുച്ഛാണ്. ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാൽ, ഞാൻ അയാൾ മുഴുകുട്ടിയനായിക്കോട്ടെ, നന്നാവാൻ തീരുമാനിക്കുമ്പോൾ ഈ നന്നായൊരു പുച്ഛുണ്ടല്ലോ, ഈ ഒരു മനോഭാവമാണ് ആ മനുഷ്യനെ വല്ലാതെ തളർത്തിയത്. ഉസ്താദിൻ്റെ കാര്യം ജനങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നീ നിൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്ക്, നീ നിൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തൊരു കള്ളുടിൻ്റെ ലൈഫാണ്, ഇനി നീ നിൻ്റെ ജീവിതം കൊണ്ട് നല്ലത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആളുകൾ നല്ലത് പറയും, അള്ളാഹുവിനെല്ലാം അറിയുന്നതല്ലേ. അങ്ങനെ ഇയാൾ ഭാര്യയെ വിളിക്കാൻ പോയി. ഭാര്യയുടെ കൂട്ടുകാർ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞാക്കൂല, ഇതൊക്കെ ഏത് ഉസ്താദുമാർ വന്ന് ഇതിൻ്റെ കള്ളുടി മാറ്റിയെന്ന് വിശ്വസിക്കൂല എന്നവർക്ക്. അങ്ങനെ ഇയാൾ വന്നിട്ട് ഉസ്താദിനോട്, ഉസ്താദ് നിങ്ങൾ എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കുക, ഞാൻ നേരാവാൻ തയ്യാറാണ്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്ന് ഭാര്യയുടെ നമ്പർ വാങ്ങിയിട്ട് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞിട്ട്, ഒരു കിതാബിൽ ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെടുന്ന വലിയൊരു മഹാൻ ഒരു ഇബിലീസിനെ കാണുകയാണ്. ഇബിലീസ് പറയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് വിശാലമായതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ഇബിലീസ് പറയുന്നത്. അപ്പോൾ ഇബിലീസ് പറയാണ്, അപ്പോൾ ഈ ഒരു വലിയ പറഞ്ഞു കൊടുത്ത്, ഒരിക്കലും നിനക്ക് ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശാപമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഒരിക്കലും നിനക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവില്ല, അതൊരിക്കലും നീ പ്രതീക്ഷിക്കണ്ട എന്ന് ഇബിലീസിനോട് ഈ വലിയ പറയുമ്പോൾ ഇബിലീസ് പറയുന്നൊരു മറുപടിയുണ്ട്, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഒരു മനുഷ്യൻ്റെ റഹ്മത്തിലും അള്ളാഹു ആരെയും തടയില്ല, ഞാനെന്ന ഇബിലീസിന് പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സൂഫി ഗുരു തൻ്റെ ഗുരുനാഥനോട് ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇബിലീസിന് പോലും പ്രതീക്ഷയുള്ളതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അത്രമാത്രം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. ഇതിനർത്ഥം ഇബിലീസിന് അള്ളാഹു നാളെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അനുഭവം ഈ കിതാബിലുള്ളൊരു സംഭവം ഉസ്താദ് ഈ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ക്ഷമിച്ചുകൂടെ. സുഹറാബി വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു റമദാനിക്ക് ആ കുടുംബം വിളിച്ച് എന്നോട് പങ്കുവെച്ച അനുഭവമാണ് ഞാൻ പെട്ട. ആ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മാഷേ ഈ ഒരു റമദാനിക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോ വല്ലപ്പോഴും കാണലുണ്ട്, എൻ്റെ ഭാര്യ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണലുണ്ട്. അപ്പോൾ ഭാര്യ എന്നോട് പറയലുണ്ട്, നമ്മുടെ അനുഭവം പേരൊന്നും പറയണ്ട, സ്ഥലമൊന്നും പറയണ്ട, അപ്പോൾ ഈ പറഞ്ഞ സുഹറാബിയും ഹമീദും ഒക്കെ സാങ്കല്പിക പേരാണ്, ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഒരു ഭാര്യയ്ക്കെങ്കിലും ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഉണ്ടായാൽ അതൊരു വലിയ സന്തോഷമല്ലേ. ഈ റമദാനിൽ ആ മനുഷ്യൻ നോമ്പെടുത്ത് തറാവീഹ് നമസ്കരിച്ച് അള്ളാഹുവിന് ഭയഭക്തിയുള്ള നല്ലൊരു വിശ്വാസിയായിട്ട് മാറി. ആ മനുഷ്യൻ പങ്കുവച്ച അനുഭവമാണ് ഞാൻ പറഞ്ഞ പരിശുദ്ധ റമദാൻ്റെ പകലിൽ പോലും മദ്യപിച്ചിരുന്ന ഒരു മനുഷ്യനെ നേരെയാക്കാൻ നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് കഴിയും. മദ്യപാനികളായ ആളുകൾ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ അകറ്റി നിർത്തുകയോ ചീത്ത പറയുകയോ അവരെ ഒഴിവാക്കുകയോ, നോമ്പെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ കുത്തുവാക്ക് പറയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നല്ല പരിചരണം കൊടുക്കുക, നല്ല സ്നേഹം കൊടുക്കുക. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോവുക. അവിടെയൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയാലും അവർക്ക് മദ്യപിക്കാൻ കുറച്ച് അളവിൽ കൊടുക്കും, പക്ഷേ അതിനുള്ളിൽ ഒരു തരം ഇലക്ട്രിക് തരംഗം, ഒരു ഷോക്ക് അടിപ്പിക്കണം. അങ്ങനെ ഈ മദ്യം കഴിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ഈ ഷോക്ക് അടിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് ആ മദ്യത്തോടെ തന്നെ ഇല്ലാതാവും. അങ്ങനെ പല പല ടെക്നിക്കുകളിലൂടെയൊക്കെ മാറ്റാം. എന്തായാലും ഇന്ന് ഈ ഹമീദ് എന്ന് പേരുള്ള യുവാവ് നല്ല ബിസിനസ്സുകാരനാണ്, നല്ല സമ്പന്നനാണ്, പക്ഷെ ഇന്ന് നല്ലൊരു മനുഷ്യനായിട്ട് പറയും. ഇപ്പോഴാണ് നോമ്പിൻ്റെ ഒരു സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആളുകളിൽ നോട്ടും ഭാവങ്ങളൊക്കെ ഉണ്ട്. ഇവർ പറയും അതൊക്കെ നോക്കിക്കോട്ടെ, മഹലിലെ പള്ളിക്ക് പോകുമ്പോഴൊക്കെ പണ്ട് കണ്ടുകൂടിയനല്ലേ എന്നൊരു നോട്ടൊക്കെ ഉണ്ട്, ഓരൊക്കെ വലിയ നല്ലവരാണല്ലോ. എന്തായാലും നമ്മളങ്ങനെ പള്ളിക്ക് പുതുതായിട്ട് വരുന്ന ആളുകളെ നോക്കുകയോ കള്ളുടിയും പള്ളിക്ക് വന്നാൽ ഇത് പണ്ട് കുടിച്ചിരുന്ന ഒരാളല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയോ വേണ്ട. നന്നാവാൻ ഒരു നിമിഷം മതി.
കേടരാനും ഒരു നിമിഷം മതി. അപ്പോൾ ഏത് നിമിഷത്തിലാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുക എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇനി അനുഭവം ഞാൻ പറയാൻ കാരണം ഈ ഒരു 10 പാപമോചനത്തിൻ്റെ 10 എത്ര കൊടിയ പാപങ്ങളാണെങ്കിലും പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് അതിന് ആരുടെയും യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ തൗബ സദസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആമീനൊന്നും പറയണ്ട. അവനവൻ്റെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പാപങ്ങളെ നമുക്കൊക്കെ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകട്ടെ. ഈ ഒരു റമദാൻ്റെ പവിത്രത കൊണ്ട് നമ്മുടെ ഏത് പാപങ്ങളും അള്ളാഹു പുറത്തു നൽകി ഒരു പിറന്ന കുഞ്ഞിൻ്റെ ആത്മവിശുദ്ധിയോടെ ഈ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതായി അള്ളാഹു മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.